കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ നമ്മുടെ ഉപവാസത്തിൻ്റെ 14-ാമത്തെ രാവിലെ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇതുവരെയും അന്യഭാഷയിൽ പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവ് നമുക്ക് സാവകാശം നൽകിയല്ലോ. അന്യഭാഷയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ധ്യാനിച്ചു. നമ്മുടെ ബുദ്ധി അഫലമാവുകയും നമ്മുടെ ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിക്കുകയും ചെയ്യുകയാണ്. ബുദ്ധി അഫലമാവുക എന്നതിന് നമ്മൾ വിശദാംശങ്ങൾ പല നിലയിൽ കണ്ടു. നമുക്ക് ഏകാത്മാവിനാൽ പുത്രനിലൂടെ പിതാവിങ്കിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നമ്മൾ ക്രിസ്തുവിലായിരിക്കുന്നു, നമ്മൾ അവനിലിരിക്കുന്നു, നാമും അവനും ഒരാത്മാവായിരിക്കുന്നു, ഏകാത്മാവായിരിക്കുന്നു. ഇങ്ങനെ നമ്മളതിൻ്റെ വിശദാംശങ്ങൾ പലത് കണ്ടു. അങ്ങനെ ഒരാത്മാവായി കഴിഞ്ഞാൽ ആ ബോധ്യം നിങ്ങളുടെ അകത്ത് വന്നു കഴിയുമ്പോൾ നിങ്ങളിവിടെയുള്ള നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ ഭാരപ്പെടാത്തവരും വ്യാകുലപ്പെടാത്തവരും നിങ്ങൾ ദുഃഖിക്കാത്തവരുമായി മാറി നിങ്ങൾ ഭയങ്കരമായിട്ട് ദൈവാത്മാവിനാൽ നിങ്ങളുടെ മനസ്സിൽ ആനന്ദത്താൽ നിറയാൻ തുടങ്ങും. സാഹചര്യങ്ങൾ നിങ്ങളെ ബാധിക്കാത്ത തലത്തിലേക്ക് നിങ്ങൾ വളരും. ഞാൻ പറയുന്ന ആശയങ്ങൾ മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിച്ച് തളരാത്ത തലത്തിലേക്ക് നിങ്ങൾ വളരും. അങ്ങനെ നിങ്ങൾ വളരുന്ന ഒരു തലം തുറക്കുമ്പോഴാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്ന ഈ സംഭവം നടക്കുന്നത്. ഇവിടെ യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷി നിമിത്തവും പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. നിങ്ങളുടെ വാക്യങ്ങൾ ശ്രദ്ധിച്ചോ. യോഹന്നാൻ ഈ സമയത്ത് യേശുക്രിസ്തുവിൻ്റെ നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ യോഹന്നാൻ, സെപ്പറേറ്റഡായ യോഹന്നാൻ, ദൈവത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയായ യോഹന്നാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷി നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കണ്ടോ, യേശുവിൻ്റെ സാക്ഷി നിമിത്തം ദൈവവചന നിമിത്തം അവൻ പത്മോസ് എന്ന ദ്വീപിൽ അടയപ്പെട്ടു. പക്ഷേ അവൻ എവിടെയായിരുന്നു എന്നത് അവൻ്റെ ചിന്താമണ്ഡലത്തെ ബാധിച്ചില്ല. നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ഒരു തലത്തിലേക്ക് നമുക്ക് വളരാനായിട്ട് സാധിക്കുമോ? അവിടെയാണ് നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ പ്രാധാന്യത. നമ്മളൊരു കുടുംബത്തിൽ ജീവിക്കുന്നു. ആ കുടുംബത്തിൽ ദൈവസ്നേഹത്തിൻ്റെ പ്രദർശനവും ദൈവഭക്തിയുടെ ആഴങ്ങളും തുറന്നുകൊണ്ട് നമ്മൾ ഒരു കുടുംബത്തിൽ, ഒരു സഭയിൽ, ഒരു ദേശത്ത്, ഒരു പട്ടണത്തിൽ, ഒരു രാജ്യത്ത് ജീവിക്കുന്നു. നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന പല കാര്യങ്ങൾ നമ്മുടെ ചുറ്റും സംഭവിക്കുന്നു. പക്ഷെ ഇതൊന്നും ബാധിക്കാതെ നിങ്ങളായിരിക്കുന്ന അവസ്ഥയുടെ നടുവിൽ നിങ്ങൾക്ക് നിൽക്കുവാൻ കഴിയുന്നെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ കർത്താവിനെ കൊണ്ടുപോകാനുള്ള ഒരു റിലമാണ് ആത്മവിവശത. നിങ്ങൾ ആത്മാവിലാകും. നിങ്ങളുടെ സ്പിരിച്വൽ യാത്രയിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓർപ്പിച്ചിരുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ ഐസ് ഓപ്പൺ ആകും. അവിടെ നിങ്ങൾ സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, വെളിപ്പാടുകൾ ഒക്കെ കാണുന്ന വരങ്ങളാലൊക്കെ നിറയുന്നവരായി മാറും. അങ്ങനെ പല നിലയിൽ നമ്മുടെ ആളുകളെ കർത്താവ് ഈ ദിവസങ്ങളിൽ വ്യത്യസ്ത തലത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഷാലോമിനെ കുറിച്ച് കണ്ടവരുണ്ട്, ഭാവിയെക്കുറിച്ച് കണ്ടവരുണ്ട്, ദൈവം ഉപയോഗിക്കാൻ പോകുന്ന കണ്ടവരുണ്ട്, വ്യത്യസ്ത ഉണർവിന് വേണ്ടി കർത്താവ് ഉപയോഗിക്കാൻ പോകുന്ന കണ്ടവരുണ്ട്. അങ്ങനെ കണ്ടമാനം സ്വപ്നങ്ങൾ കർത്താവ് ഈ ദിവസങ്ങളിൽ സ്വപ്നങ്ങളായി, ദർശനങ്ങളായി നൽകുവാനായി അത്തുന്നു. ഇനി ഇതിൻ്റെ ഒരു ഹയർ റിലവുണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നേരത്താണ് ഇത് കാണുന്നത്, പ്രാർത്ഥിക്കുമ്പോഴാണിത് കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് കിടക്കുമ്പോഴാണ് കാണുന്നത്. നിങ്ങൾ കണ്ട കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പുറകിൽ കണ്ട കാര്യങ്ങൾ ദൈവാത്മാവ് കാണിക്കുന്ന കാര്യങ്ങളോട് വിശ്വസ്തതയുള്ളവരായി നിങ്ങളതിനോട് ഇടപെടുകയും ചെയ്യുന്നവരായി മാറണമെന്ന് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നു. എന്നാൽ ഇതിന് ഒന്നുകൂടെ ഹയർ ഇലത്തിലേക്ക് പോകാം. ഇത് എപ്പോഴും സംഭവിക്കുന്നതല്ല. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും സംഭവിക്കുന്നതാണ്. അതിനകത്ത് സ്വപ്നങ്ങളുണ്ട്, ദർശനങ്ങളുണ്ട്, പ്രവചന ശബ്ദമുണ്ട്. ഇന്നലെ എന്നോടൊരു ഡൗട്ട് ചോദിച്ചത് ആൾക്കാർ മറ്റുള്ളവർ അറിയേണ്ടതിനായിട്ട് ഞാൻ പറയുന്നു. എങ്ങനെ നിങ്ങളെ കാണിക്കുന്ന സ്വപ്നങ്ങൾ ദൈവികമാണെന്നറിയാം?
ദൈവിക സ്വപ്നങ്ങളാണെന്ന് അറിയാനായിട്ട് ഒരു മാർഗം, നിങ്ങൾ ആലോചിച്ച് കിടക്കുന്ന കാര്യങ്ങളാണോ നിങ്ങൾ കാണുന്നത്? പ്രാർത്ഥിച്ച് കിടക്കുന്ന കാര്യങ്ങളെന്നല്ല ഞാൻ ചോദിച്ചത്, നിങ്ങൾ ആലോചിച്ച് കിടക്കുന്ന കാര്യങ്ങളാണോ നിങ്ങൾ കാണുന്നത്? എങ്കിൽ വൈദ്യശാസ്ത്രപ്രകാരം അത് മനസ്സ് കാണിക്കുന്നതാണ്. അപബോധ മനസ്സിൽ, ബോധ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളത് അപബോധ മനസ്സിലേക്ക് അടച്ചു വയ്ക്കുന്നത് ഉപബോധ മനസ്സിൽ പൊന്തി വരുന്നതാണ് സ്വപ്നമെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. സദൃശവാക്യത്തിൽ ശലോമോൻ പറയുന്നുണ്ട്, കഷ്ടത നിമിത്തം, അതായത് നിങ്ങളൊരു ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകുന്നു, പ്രത്യേക അവസ്ഥ കൂടെ കടന്നു, നിങ്ങൾക്ക് ജോലിയില്ല, നിങ്ങൾ ഇങ്ങനെ ജോലി ഇത് മാത്രം ആലോചിച്ച് കിടക്കുമ്പോൾ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ അവസ്ഥയിൽ നിന്ന് കണ്ടതായിരിക്കാം. പിന്നെ യൂദയുടെ ലേഖത്തിൽ പറയുന്നുണ്ട്, ജഡമോഹത്താൽ ഉണ്ടാകുന്ന സ്വപ്നമുണ്ട്, ജഡത്തിൻ്റെ ആഗ്രഹ നിമിത്തം കാണുന്ന സ്വപ്നങ്ങളുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഒരു ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ കാണുന്ന സ്വപ്നമുണ്ട്. ഒരു ആത്മാവ് നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ, തെറ്റായൊരു ആത്മാവ് വരുമ്പോൾ രോമഹർഷം ഉണ്ടാകുന്നു. പക്ഷെ നിങ്ങളിതൊന്നും അല്ലെന്നേ. നിങ്ങളാരാ? നിങ്ങൾ ക്രിസ്തുവിലൊരു പുതിയ സൃഷ്ടിയാണ്. നിങ്ങളുടെ രക്ഷകനും കർത്താവും യേശു ക്രിസ്തുവാണ്. അപ്പം അതുകൊണ്ട് യേശുവിനെ കർത്താവ് എന്നുള്ള വെളിപ്പാടിൽ നിങ്ങൾ ഏറ്റുപറഞ്ഞ് നിങ്ങൾ അവൻ ആണെങ്കിൽ, നിങ്ങൾ അവനുമായിട്ടുള്ള ബന്ധത്തിലാണെങ്കിൽ, പിശാചിനോ ജഡത്തിനോ മനസ്സിൻ്റെ കളികൾക്കോ ഒന്നും നിങ്ങൾ വിധേയപ്പെട്ടവരല്ല. നിങ്ങൾ കർത്താവിൻ്റെ ഭരണത്തിൽ, കർത്താവിൻ്റെ അവകാശമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇങ്ങനെ നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കയറിപ്പോകാൻ പോകുന്ന അടുത്ത റിലമാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങൾ ആത്മവിവശതയിലേക്ക് പോകും. ആത്മവിവശതയിലേക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന ഒന്നാമത്തെ സ്റ്റേജിൽ തന്നെ പോകണമെന്നില്ല. കാരണം ഒരു വ്യക്തിയും ഒന്നാമത്തെ ദിവസം ആത്മവിവശതയിലേക്ക് പോകണമെന്നില്ല. പോയിക്കൂടാ എന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സ് എങ്ങനെയിരിക്കും, നിങ്ങളുടെ ഹൃദയം എങ്ങനെയിരിക്കും, നിങ്ങളുടെ അറിവ് എങ്ങനെയിരിക്കും, നിങ്ങളുടെ മനോഭാവം എങ്ങനെയിരിക്കും, ഇതിനനുസരിച്ചാണ് ആത്മവിവശത തുറക്കുന്നത്. ആത്മവിവശത തുറന്നാൽ, ആത്മാവിനകത്തേക്ക് നിങ്ങൾ ഇമേഴ്സായാൽ, കൃത്യമായിട്ട് നോക്കിയേ, അതുവരെ നിങ്ങൾ കാണുന്നത് ദർശനമായിട്ടാണ്, അതുവരെ നിങ്ങൾ കാണുന്നത് സ്വപ്നമായിട്ടാണ്. ദൈവശബ്ദം നിങ്ങളുടെ ഹൃദയത്തിനകത്ത്, ആത്മാവിനകത്ത് ബോധ്യമാകുകയാണ് മുഴങ്ങുന്ന ശബ്ദമായിട്ട്. പക്ഷേ ആത്മാവിനകത്തേക്ക് നിങ്ങൾ ഇമേഴ്സാകുന്ന ആത്മവിവശത എന്ന പ്രോസസ്സ് ഉണ്ടായാൽ, നിങ്ങൾ കാണുന്നത് എഴുതത്തക്കവണ്ണം നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കാൻ തുടങ്ങും. ഈ വാക്യം, 2 വാക്യം ഒന്ന് ഒരാളൊന്ന് വായിച്ച്, 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യവും 11-ാം വാക്യവും വായിച്ച്, 10-ാം വാക്യം ഒന്ന് വായിച്ച്, 2-3 വാക്യങ്ങളൊന്ന് വായിച്ച്. ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മിർന്ന, പെർഗമോസ്, തുയതൈരിയ, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. അടുത്തതും കൂടെ. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. മതി, ഇവിടെ നിൽക്കട്ടെ. ഇവിടെ യോഹന്നാനുണ്ടായ ഒരു അനുഭവമാണ്. എന്നോട് ആളുകൾ പറയാറുണ്ട്, പാസ്റ്റർ എങ്ങനെയാണ് കൃത്യമായിട്ട് ദൈവശബ്ദം കേൾക്കുക? എനിക്ക് ചെവിയിൽ ദൈവശബ്ദം കേൾക്കണം. നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ട് ദൈവശബ്ദം നമ്മളെ കേൾപ്പിക്കുകയില്ല എന്ന കാര്യം നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. പക്ഷെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ സാക്ഷി നിമിത്തവും ദൈവരാജ്യ നിമിത്തവും നിങ്ങൾ പ്രയോജനപ്പെടുകയും വളരുകയും ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങൾ ഈ ലോകത്തിലെ മറ്റൊന്നും ബാധിക്കാത്തവരായി നിങ്ങൾ ദൈവാത്മാവിനാൽ വളരാൻ തുടങ്ങും. നിങ്ങളുടെ അകത്ത് എല്ലാവരോടും ദൈവസ്നേഹം മാത്രം നിറയും. നിങ്ങളുടെ ഭവനത്തിനകത്ത് അതൊരു അടയാളമായി നിൽക്കും. നിങ്ങളുടെ ഭവനത്തിൽ ചുറ്റുമുള്ളവർ അവർ അടയാളമായി സംസാരിക്കും. നിങ്ങളുടെ വാക്കുകളുടെ അകത്ത് മുറിവുകൾ, വാക്കുകളുടെ അകത്ത് പരോക്ഷമായിട്ടുള്ള ഒരു ജഡസ്വഭാവത്തിൻ്റെയും അനുഭവങ്ങൾ വെളിപ്പെടാതെ നിങ്ങളുടെ മൈൻഡ് കൃത്യമായി ക്ലീനാകാൻ തുടങ്ങും. മനസ്സ് രൂപപ്പെടാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾ മനസ്സ് രൂപപ്പെട്ടവരായി മാറുമ്പോൾ വീണ്ടും നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന അടുത്ത പ്രോസസ്സാണ്, നിങ്ങളും കർത്താവിൻ്റെ ആത്മാവും ഒരാത്മാവായി, നിങ്ങൾ അവൻ്റെ ആത്മാവുമായി ഒരാത്മാവാകുമ്പോൾ ഉണ്ടാകുന്ന അടുത്ത പ്രോസസ്സ്, അടുത്ത അനുഭവമാണ് നമ്മളിവിടെ വായിച്ചത്. ഇനി ഞാൻ ഒരു വാക്യം കൂടെ നിങ്ങൾക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇത് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഇത് എല്ലാവരും ഈ വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് ഇങ്ങനെ ആത്മാവിലൊരു
വളർച്ചയുണ്ടോ എന്ന് നിങ്ങളൊന്ന് ധ്യാനിക്കണേ. ഈ വാക്യം ഒന്ന് വായിച്ചു നോക്കി, ഈ വാക്യം കൂടെ ഒന്ന് വായിച്ചു നോക്കി, ഈ വാക്യം കൂടെ ഈ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. ഇങ്ങനെയൊരു സംഭവം നമ്മിൽ നടക്കുമോ? ഈ വാക്യം കൂടെ വായിച്ച്, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന്, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. നമ്മൾ വീടുകളിൽ ജീവിക്കുന്നവരാണ്, ഒരു കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്. ഒരു കുടുംബത്തിലുള്ള 2 പേർക്ക്, ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും, അല്ല വേണ്ട 4 പേര്, 5 പേര്, അല്ലെ വേണ്ട 7 പേര് ഒരുമിച്ച് നമുക്ക് ഒന്നാകാൻ പറ്റുന്നില്ല. പല അഭിപ്രായങ്ങൾ വരുന്നു. ഇവിടെ കർത്താവ് പറയുകയാണ്, പിതാവേ, ഞാനും നീയും ഒന്നാകുന്നത് പോലെ അവര് ഒന്നാകേണ്ടതിന്. അപ്പൊ അങ്ങനെ ആത്മാവിൽ നമുക്ക് ഒന്നാകുന്നൊരു അനുഭവം ഉണ്ടോ? പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് അവർ ഒന്നാകുന്നത് പോലെ നാം അവരോടും നമുക്ക് ചുറ്റുമുള്ളവരോടും ആത്മാവിൽ ഒന്നാകുന്നൊരവസ്ഥയുണ്ടോ? ഈ അവസ്ഥ നമ്മുടെ ബുദ്ധിയിലുള്ള പ്രാർത്ഥനയിലല്ല, നമ്മുടെ ആത്മാവിലുള്ള പ്രാർത്ഥനയിൽ ഇത് തുറന്നു വരാൻ തുടങ്ങും. ഇത് തുറന്നു വരാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആ തലം മാറുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ് നാം ആത്മവിവശതയ്ക്കകത്തേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു നിമിഷം, നമുക്ക് 1-2 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച ശേഷം നമുക്ക് അടുത്ത തലത്തിലേക്ക്. അപ്പോൾ ആത്മവിവശതയിൽ നടക്കുന്ന സംഭവങ്ങളുണ്ട്. ആത്മവിവശതയിൽ ആത്മാവിനകത്താക്കിയാകുമ്പോൾ സ്പിരിച്വൽ റിലത്തിൽ നിങ്ങളുടെ ആത്മാവ് സഞ്ചരിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ആത്മാവ് സഞ്ചരിക്കണമെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ നിന്ന്, നിങ്ങളുടെ മനസ്സിൽ നിന്ന്, നിങ്ങളുടെ ആത്മാവ്, അതാ പൗലോസ് പറഞ്ഞത്, ദേഹം, ദേഹി, ആത്മാവ്, ദൈവത്തിൻ്റെ വചനം ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. ആത്മാവിനെ, പ്രാണനെ, സന്ധിമജ്ജകളെയും വേർപിടിവിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതാണ്. അപ്പം ഇതിനെ 3 ആക്കി വിഭജിക്കുന്നതാണ് വചനം. ഇപ്പം നമ്മൾ കടന്നു പോകുന്ന ഒരു സാഹചര്യവും നമ്മുടെ മനസ്സിനെയോ നമ്മുടെ ബുദ്ധിയെയോ ബാധിക്കാത്തൊരു തലത്തിലേക്ക് നിങ്ങളുടെ മൈൻഡ് വളരുന്നെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ അടുത്ത സ്പിരിച്വൽ തലത്തിലേക്ക് വളരാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പം ആ വളർച്ചയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് എന്താണ്? അന്യഭാഷയാണ്. അന്യഭാഷ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധി അഫലമാകുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്നത് രാവിലെ ഇത്രയും കട്ടിയായ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് കയറുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഒറ്റ കാര്യം ഉറപ്പാണ്, നിങ്ങൾ ആത്മാവിൽ വളരാൻ ആഗ്രഹിച്ചുകൊണ്ടാണല്ലോ ഈ രാവിലെ നിങ്ങൾ വന്നിരിക്കുന്നത്. കണ്ടമാനം അവസ്ഥകളുടെ മടിവിലാണല്ലോ നിങ്ങൾ ആയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ മടിവിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിൽ മറന്നു കളഞ്ഞ് പരിശുദ്ധാത്മാവിൽ, ക്രിസ്തുവിനകത്ത് നിങ്ങളെ ദൈവാത്മാവ് എത്തിച്ചിരിക്കുന്നതിനാൽ, ക്രിസ്തുവിലൂടെ നിങ്ങൾ പിതാവിലേക്ക് വന്നിരിക്കുന്നതിനാൽ നിങ്ങളിപ്പോൾ അവനുമായിട്ട് ഒന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, വെളിപ്പാട് 4:5, നിങ്ങൾ അവൻ്റെ അകത്താണ്, നിങ്ങൾ ഹെവനിലാണ്, നിങ്ങൾ സ്പിരിറ്റിൽ അവൻ്റെ അകത്താണ്, നിങ്ങൾ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ്. ഹെവൻ റിലത്തിലാണ്, സ്പിരിച്വൽ റിലത്തിലാണ് നിങ്ങൾ എന്നത് ഒന്ന് ധ്യാനിച്ചുകൊണ്ട് നമുക്കൊന്ന് അന്യഭാഷ പ്രാർത്ഥിച്ചു നോക്കാം. അപ്പോഴുണ്ടാകുന്ന അനുഭവങ്ങൾ ഞാൻ തൊട്ടുപുറകെ പറയാം. 4 സ്റ്റെപ്പിനകത്ത് നിങ്ങളുടെ സ്പിരിച്വൽ റിലത്തിനകത്ത് മാറ്റം വരും. അങ്ങോട്ട് പോകുന്നേക്കാൾ മുമ്പ് 2-3 മിനിറ്റ് മൈക്കിളെല്ലാം അൺമ്യൂട്ട് ചെയ്ത് ഇത് മാത്രം ധ്യാനിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. കൊച്ചിൻ്റെ കാര്യം, അപ്പൻ്റെ കാര്യം, അപ്പാപ്പൻ്റെ കാര്യം, ഉപ്പൻ്റെ കാര്യം ഒന്നും ഓർക്കരുത്. നിങ്ങളിപ്പോൾ ക്രിസ്തുവിലാണ്, നിങ്ങളിപ്പോൾ അവനുമായിട്ട് ഒന്നാണ്. ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം മറക്കുക. വേർഡിന്റെ ട്രൂത്ത് മാത്രം ധ്യാനിക്കുക. എങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റ് ഇപ്പോൾ ആത്മാവിൽ, ആ സ്പിരിറ്റ് ഇപ്പോൾ ദേഹിയിൽ നിന്ന്, ദേഹത്തിൽ നിന്ന് ഫ്രീ ആകാൻ തുടങ്ങും.
അദുരബനഗടഗദന റബശസ്കനാബിരാബര പ്രൗഢബനഗടഗദന രഗക്ഷസ്കനാദിരാദര അന്തൽ പ്രൗഢബന ഹദുരബനഗടഗദന രഗക്ഷസ്കനാവിരാബര പ്രൗഢബനഗടഗദന അന്തൽ പ്രൗഢബന ഹദരഗടഗദന രഗക്ഷ പ്രൗഢബന ഹംദൽ പ്രൗഢബന അന്തരാബിരാബര പ്രൗഢബനഗടഗദന വൈശ പ്രൗഢബനഗടഗദന. പരിശുദ്ധാത്മാവേ, അങ്ങനെ ഈ ജനം ആത്മാവിലാകട്ടെ, അങ്ങനെ ഈ ജനം ആത്മാവിലാകട്ടെ. അൽപ്രൗഢബനഗടഗദന ഹദരഗടഗദന ഹത്തൽ ഘടഗദന. ഞങ്ങളുടെ കർത്താവേ, ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ നിന്ന്, ചുറ്റുമുള്ള അവസ്ഥകളിൽ നിന്ന് അപ്പോ ഞങ്ങൾ ആത്മാവിനകത്തേക്ക് ഷാഖന, ഞങ്ങളുടെ മനസ്സിനകത്ത് ബുദ്ധി അഫലമാകുന്ന ഞങ്ങൾ പുത്രനിലൂടെ പ്രൗഷവന ഹദുരവന ഘടകദനം. പരിശുദ്ധാത്മാവേ, അങ്ങനെ ആത്മാവിനകത്തേക്ക് ഇറങ്ങുവാൻ, അങ്ങനെ ആത്മാവിനകത്തേക്ക് ഇറങ്ങുവാൻ, അങ്ങനെ ആത്മാവിനകത്തേക്ക് ഇറങ്ങുവാൻ. അന്തരാഭിരാരഘടകദന വൈശ പ്രൗഢബനഘടകദന. നിങ്ങൾ ആരും ഈ പ്രാർത്ഥനയിൽ ഇരുന്ന് ഉറങ്ങുന്നില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. കുറച്ചുപേര് മൈക്ക് ഓൺ ചെയ്യാത്തവരുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കൂ. ഞാൻ ഈ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പം നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണർവിനോടുള്ള ബന്ധത്തിൽ അതിൻ്റെ അടിസ്ഥാനമാണ്. അപ്പോൾ തന്നെ ദൈവത്തിൽ നിന്നുള്ള വരങ്ങൾ ദൈവാത്മ നമ്മുടെ മേൽ തുറക്കും. അപ്പോൾ പ്രകൃത്യാതീതമായത് വെളിപ്പെടാതെ, അസാധാരണമായത് വെളിപ്പെടാതെ, പ്രായോഗിക തലത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് മാത്രം ഉണർവുണ്ടാകില്ല. പ്രകൃത്യാതീതമായത് വെളിപ്പെടണം. അപ്പം അങ്ങനെ ഞാൻ ദൈവസേന കർത്താവ് ഈ ഒരു ഉണർവിന് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിക്കുകയാണ്. ഈ ഉണർവിനകത്ത് കർത്താവ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന, സമയമെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ആത്മാവിൽ നിന്ന്, ശ്രദ്ധിച്ച് കേട്ടോ നിങ്ങൾ. ഈ അന്യഭാഷ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നതും ഈ വെളുപ്പിന് നല്ല ക്ഷീണമുള്ളപ്പോൾ ഉറങ്ങേണ്ട സമയത്ത് നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ നിങ്ങൾ ആത്മാവിനാൽ പ്രാർത്ഥിക്കാൻ, അന്യഭാഷയിൽ നിങ്ങൾ സമയമെടുത്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സ്പിരിറ്റിനകത്ത് കർത്താവ് സംസാരിക്കുന്ന, തോന്നുന്നതല്ല, ചെവിയിൽ ഇപ്പോൾ നിങ്ങൾ എൻ്റെ ശബ്ദം എങ്ങനെ കേൾക്കുന്നുവോ അതുപോലെ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു തലം ദൈവാത്മാവ്
ഈ സീസണിൽ, ഈ ഉണർവിൽ കർത്താവ് നിങ്ങളുടെ അകത്ത് തുറക്കും. അപ്പോൾ ഇത് ആത്മാവിലാണ് കേൾക്കുന്നത്. നിങ്ങളുടെ ആത്മാവിൽ കൃത്യമായിട്ട് ചെവി കൊണ്ട് കേൾക്കത്തക്ക രീതി കേൾക്കാം. ഇത് നടന്നതാണ് യോഹന്നാനെ കുറിച്ച് നമ്മളിപ്പോൾ വായിച്ചത്. അപ്പം ഇത് ആത്മാവിൽ കേൾക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ അകത്തുണ്ടാകേണ്ടത് ആത്മാവിനാലുള്ള മർമ്മങ്ങൾ, ക്രിസ്തു മർമ്മങ്ങൾ നിങ്ങളുടെ ആത്മാവിനകത്ത് വെളിപ്പെട്ടു വരണം. കേട്ടോ, ഇതൊന്ന് വായിച്ചേ, ഈ വാക്യം വായിച്ചേ. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ. കണ്ടോ. അപ്പൊ ആത്മാവിനാൽ ഒരു മിസ്റ്ററി നിങ്ങളുടെ സ്പിരിറ്റിൽ വെളിപ്പെട്ടു. ആത്മാവിനാലാണ് അത് വെളിപ്പെടുന്നത്. മിസ്റ്ററി എവിടെയാണ് വെളിപ്പെടുന്നത്? മൂന്നാം വാക്യം ഞാൻ മുമ്പേ എഴുതിയിരിക്കുന്ന പോലെ, വെളിപ്പാടിലെ ഒരു മർമ്മം എനിക്ക് അറിവായി വന്നെന്ന് എഴുതിയിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ എഴുതിയത് വായിച്ചാൽ നിങ്ങൾക്ക് ആ മർമ്മം ഗ്രഹിക്കാം. അപ്പൊ ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ബുദ്ധിക്കകത്തത് മനസ്സിലാക്കാം. നിങ്ങൾക്ക് അവ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. whereby when you read you may understand my knowledge. എൻ്റെ പരിജ്ഞാനം നിങ്ങൾക്ക് ബോധ്യമാകും മുകളിൽ എഴുതിയത് വായിച്ചാൽ. പക്ഷെ നിങ്ങൾക്ക് അതുകൊണ്ട് ഇത് വെളിപ്പെടില്ല. അപ്പം എനിക്ക് വെളിപ്പെട്ടത് ഞാൻ എഴുതി വച്ചിരിക്കുന്നത് വായിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും, ഗ്രഹിക്കാം. പക്ഷേ ഇത് വെളിപ്പെടുന്നത് എങ്ങനെയാണ്? ഇത് വെളിപ്പെടുന്നത് ആത്മാവിനാലാണ്. ഇത് രണ്ടാണ്. ഞാൻ എഴുതിയത് വായിച്ചാൽ നിങ്ങൾക്കിത് ഗ്രഹിക്കാം, മനസ്സിലാക്കാൻ കഴിയും, നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ആയി മാറും. പക്ഷെ അണ്ടർസ്റ്റാൻഡിങ് ആയതുകൊണ്ട് ഒരു കാര്യമില്ല. അണ്ടർസ്റ്റാൻഡിങ് ആകുന്നത് എന്തിനാണ്? അണ്ടർസ്റ്റാൻഡിങ് ആകുന്നത് ഈ ഒരു സ്പിരിച്വൽ റിലത്തിനകത്ത് ജീവിക്കാൻ നിങ്ങളുടെ ആത്മാവിൽ ഇത് വെളിപ്പെട്ട് കിട്ടാനാണ്. കണ്ടോ? അപ്പൊ ക്രിസ്തുമർമ്മങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നത് ആത്മാവിലാണ്. ക്രിസ്തുമർമ്മങ്ങൾ ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടിയാൽ പിന്നെ നിങ്ങളുടെ മനസ്സിനകത്തോ ഹൃദയത്തിനകത്തോ മറ്റൊന്നും നിങ്ങളെ ബാധിക്കാത്തവരായി മാറും. അപ്പോൾ ബാധിക്കാൻ കാരണം എന്താ? നിങ്ങൾക്ക് ക്രിസ്തുമർമ്മം അറിയില്ലേ? പിന്നെ എന്താ? ക്രിസ്തുമർമ്മം ശാലോമുകാർക്ക് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ലോകത്ത് ആർക്ക് അറിയാനുള്ളേ? എന്തോരം മിസ്റ്ററികൾ നമുക്കറിയാം, എന്തോരം ട്രൂത്തുകൾ നമുക്കറിയാം. എന്നോട് എൻ്റെ ഒരു ഉറ്റ സ്നേഹിതനായ പാസ്റ്റർ ഒരിക്കൽ പറഞ്ഞു, സജി പാസ്റ്റർ സൂമിൻ്റെ ഫ്ലയർ കണ്ടിട്ടാണ് ബൈബിളിൽ ഞങ്ങൾ ഇത്രയധികം ടോപ്പിക്കുകൾ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത് തന്നെ. തമാശയായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഒരു കാലത്ത് ഞാനൊക്കെ ടോപ്പിക്കുകൾ അടിക്കുമായിരുന്നു ഫ്ലയറിനകത്ത്. അപ്പോൾ ടോപ്പിക്കിൻ്റെ ഫ്ലയർ കണ്ടിട്ടോ, ആ ടോപ്പിക്കിൽ ബൈബിൾ എടുക്കുന്ന വാക്യങ്ങൾ നമ്മൾ കേട്ടതുകൊണ്ടോ പ്രസംഗം കേട്ടതുകൊണ്ടോ ആത്മാവിൽ വെളിപ്പാടാകുന്നില്ല. ആത്മാവിൽ വെളിപ്പാടാകുന്നത് എപ്പോഴാണ്? അത് ഗ്രഹിച്ചത് വായിച്ച് നമ്മൾ വീണ്ടും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എന്താണോ പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തത് അത് ദൈവാത്മാവ് നമുക്ക് നമ്മുടെ ആത്മാവിൽ വെളിപ്പെടുത്തി തരും. ഒരു മിനിറ്റ് അങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു മിനിറ്റ് മൈക്കിളൊക്കെ. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആരും ഇതിനകത്ത് അവഗണന ചിന്തിക്കേണ്ട. ഇത് കൃത്യമായി ദൈവാത്മാവ് നടത്താൻ തുടങ്ങും. ഒന്ന് പ്രാർത്ഥിച്ചോ, എല്ലാം മൈക്കോൻ മുട്ടി ഇത് പ്രാർത്ഥിച്ചോ. ശാഖരാധനാധന ശബ്ദ ഘടക മർമ്മം ദൈവാത്മാവ് നിങ്ങളുടെ ആത്മാവിൽ വെളിപ്പെടുത്തി തരാം. കണ്ടമാന ക്രിസ്തുമർമ്മങ്ങൾ നാം കേൾക്കുന്നവരാണ്. കണ്ടമാന ക്രിസ്തുമർമ്മങ്ങൾ നാം ആരായുന്നവരാണ്. കേൾക്കുന്നത്, വായിക്കുന്നത് ആത്മാവിൽ പരിശുദ്ധാത്മാവ് മർമ്മമായി നൽകാൻ. ക്രിസ്തുമർമ്മങ്ങൾ അകത്ത് വെളിപ്പാടാകട്ടെ. ക്രിസ്തുമർമ്മങ്ങൾ ഞങ്ങളുടെ ആത്മാവിൽ വെളിപ്പാടാകട്ടെ. അപ്പാ ക്രിസ്തുമർമ്മങ്ങൾ ആത്മാവിൽ വെളിപ്പാടാകട്ടെ. ക്രിസ്തുമർമ്മങ്ങൾ ശാഖാന സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും അങ്ങുവരെ അനുഗ്രഹിച്ചത്, അങ്ങുവരെ വീണ്ടെടുത്തത്, അങ്ങുവരെ നീതീകരിച്ചത്, അങ്ങുവരെ ആത്മാവിൽ മുദ്രയിട്ടത്, അങ്ങുവരെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നത്, അങ്ങയിലേക്ക് ഞങ്ങൾക്ക് പ്രവേശനം ലഭിച്ചത്, ഞങ്ങളെ ഒരു ശരീരമാക്കിയത് ഞങ്ങളകത്ത് വെളിപ്പാടാക്കണമേ. ക്രിസ്തുമർമ്മങ്ങൾ വെളിപ്പാടാക്കണമേ.
ക്രിസ്തുമർമ്മങ്ങൾ വെളിപ്പാടാക്കണമേ. ക്രിസ്തുമർമ്മങ്ങൾ അറിയുകയല്ല, ക്രിസ്തുമർമ്മങ്ങൾ കേൾക്കുകയല്ല, ക്രിസ്തുമർമ്മങ്ങൾ വെളിപ്പാടാക്കണമേ. ക്രിസ്തുമർമ്മങ്ങൾ വെളിപ്പാടായി വരാൻ, ക്രിസ്തുമർമ്മങ്ങൾ ആത്മാവിൽ വെളിപ്പാടാകേണ്ടതിന്, ക്രിസ്തുമർമ്മങ്ങൾ ആത്മാവിൽ വെളിപ്പാടാകേണ്ടവന്, ക്രിസ്തുമർമ്മങ്ങൾ ആത്മാവിൽ വെളിപ്പാടാകേണ്ടവന്. ശരിക്കും നമുക്ക് ഇങ്ങനെ ഓരോ വചനങ്ങൾ പറഞ്ഞ് അത് ധ്യാനിച്ച് നമുക്ക് സമയമെടുത്ത് അന്യഭാഷ പ്രാർത്ഥിക്കണം. പക്ഷെ നമുക്ക് ആകെ കൂടെ രാവിലെ ഉള്ളത് 1 മണിക്കൂർ സമയമാണ്. അതിനകത്ത് നമ്മൾ ആദ്യത്തിൽ 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ സാധാരണഗതിയിൽ ദൈവവചനമായിട്ട് തുറക്കാറ്, ദൈവവചനമായിട്ട് വരാറ്. അപ്പോൾ ഇവിടെ ക്രിസ്തുമർമ്മങ്ങൾ നിങ്ങളുടെ അകത്ത്, ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നിങ്ങളെ പ്രാർത്ഥിക്കാനിരിക്കുന്നവർ, എനിക്കറിയാം ഇതിനകത്ത് സമയമെടുത്ത് വ്യക്തിപരമായി പ്രാർത്ഥിക്കാനിരിക്കുന്നവരുണ്ട്. അവരോട് ഞാൻ പറയുന്നു, ബാക്കി ഈ രാവിലെ 1 മണിക്കൂർ മാത്രമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അല്പസമയം നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ അല്പസമയം നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ മുറിയിലിരുന്ന് മറ്റൊന്നും നിങ്ങളെ ശല്യപ്പെടുത്താതെ നിങ്ങൾ ഇങ്ങനൊരു തലത്തിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ആത്മാവിൽ മർമ്മമായി, അപ്പോൾ നിങ്ങൾ ആത്മാവിൽ സംസാരിക്കുമ്പോൾ എന്താ സംസാരിക്കുന്നത്? നമ്മൾ നേരത്തെ ധ്യാനിച്ചു, നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിക്കുന്നു. എന്ത് സംസാരിക്കുന്നു? ഹലോ, മർമ്മങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ ഈ മർമ്മങ്ങൾ എവിടെ നിന്നാണ് പറയുന്നത്? മർമ്മങ്ങൾ പറയുന്നത് ആത്മാവിൽ ഇത് വെളിപ്പെട്ടിരിക്കുകയാണ്. ഞാൻ മുമ്പേ എഴുതിയിരിക്കുന്ന ക്രിസ്തുമർമ്മങ്ങൾ എൻ്റെ ആത്മാവിൽ വെളിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആത്മാവിൽ വെളിപ്പെട്ട ക്രിസ്തുമർമ്മങ്ങളാണ് ഞാൻ അന്യഭാഷ പറയുന്നത്. ആ അന്യഭാഷ ഞാനത് പറയാൻ തുടങ്ങുമ്പോൾ എൻ്റെ ബുദ്ധി അഫലമാവുകയാണ്, എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് അൺഫ്രൂട്ട്ഫുൾ ആകുകയാണ്. അപ്പോൾ എന്താ ഉണ്ടാകുന്നത്? എൻ്റെ സ്പിരിറ്റ് മാൻ സജീവമാകുന്നു. അങ്ങനെ ഞാൻ ആത്മാവിനകത്തേക്ക് ഇറങ്ങുന്നു. അവിടെയാണ് ഞാൻ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങുന്നത്. എങ്ങനെ? ഓഡിയോ വോയിസ് പോലെ. അപ്പോൾ ആത്മാവിനകത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഓഡിയോ വോയിസ് പോലെ ദൈവശബ്ദം കേൾക്കുകയും നിങ്ങൾ കണ്ണുകൊണ്ട് കൃത്യമായി ആത്മക്കണ്ണുകൊണ്ട് കാണാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. ആത്മവിവശതയ്ക്കകത്തേക്ക് ഒരു വ്യക്തി ആത്മാവിനകത്തേക്ക് ഇമേഴ്സ് ആകുമ്പോൾ 4 തലങ്ങളിലുള്ള കാഴ്ചകൾ കാണാം. 4 തലങ്ങളിൽ. ഒന്ന്, നിങ്ങൾ ആത്മാവിനകത്തേക്കാകുമ്പോൾ നിങ്ങൾക്ക് ഇരിക്കുന്ന ഇരിപ്പിടത്തിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് അവൻ്റെ ശബ്ദം കേൾക്കാം. ഞാൻ പകലൊന്നും കൂടെ ഇത് പ്രാർത്ഥിക്കാൻ, ഓഫ്ലൈനിൽ ഇതൊന്നും കൂടെ പ്രാർത്ഥിക്കാം കേട്ടോ. ഞാനൊരു 1/2 മണിക്കൂർ പ്രാർത്ഥന സെക്ഷൻ എടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ പ്രാർത്ഥിക്കാം. ഇപ്പം ഞാനിത് പറഞ്ഞു വിടുകയാണ്. 1:10 ആത്മാവിലേക്ക് യോഹന്നാൻ ഇറങ്ങിയപ്പോൾ അവൻ ക്രിസ്തുവിനെ കണ്ടു, മഹത്വധാരിയായ ക്രിസ്തുവിനെ കണ്ടു. എന്നാൽ 4:2 വന്നപ്പോൾ അവൻ ഒന്നുകൂടി ആത്മാവിൽ സഞ്ചരിക്കാൻ തുടങ്ങി. എന്താ കണ്ടത്? അവൻ സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് ദൈവം അവനെ സ്വർഗത്തിലേക്ക് എടുക്കുകയാണ്. ഉടനെ ഞാൻ വായിച്ച് 4:2 വായിച്ച്. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടോ. ഇവനെ ആത്മവിവശതയിൽ ഇവൻ ഹെവനിലേക്ക് പോവുകയാണ്. നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. ഒന്ന്, സ്വർഗത്തിലിരിക്കുന്ന ക്രിസ്തു ഇവന്റെ മുമ്പിൽ പ്രത്യക്ഷനാകുന്നു. 1-ാം അധ്യായം മുഴുവൻ അതാണ്. 4-ാം അധ്യായത്തിൽ ഇവന്റെ ആത്മാവിൽ ഇവൻ ഹെവനിലേക്ക് പോകുന്നു. ഈ ആത്മവിശ്വസിൽ ഹെവൻ വിസിറ്റേഷൻ ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പം നമ്മളെ ചാടിക്കയറി ആമേൻ പറയും. പക്ഷേ അത് ഒരു സെക്കൻഡ് കൊണ്ട് ഉണ്ടാകുന്നതല്ല. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ ദൈവാത്മാവിനാൽ പണിയാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് ഒരു കാര്യവും നിങ്ങളുടെ മനസ്സിനെ ബാധിക്കാത്ത തലത്തിൽ ആത്മാവിൽ മർമ്മങ്ങൾ പറയുന്ന പത്മോസിന്റെ ഏകാന്തതയോ അവിടുത്തെ ക്ഷുദ്രജീവികളോ അവിടുത്തെ സാഹചര്യങ്ങളോ മുമ്പിൽ ആശയറ്റ അനുഭവങ്ങളോ ഒന്നും ബാധിക്കാത്തവനായി യേശുവിന്റെ നാമനിമിത്തം അവൻ രാജ്യനിമിത്തം കഷ്ടതയിലായിരിക്കുന്ന യോഹന്നാൻ
ഇതൊന്നും ബാധിക്കാത്തവനായി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവനെ ആത്മാവിനകത്തേക്ക് കൊണ്ടുപോയപ്പോൾ മഹത്വധാരിയായ ക്രിസ്തു വെളിപ്പെട്ട വെളിപ്പാട് കണ്ടു. രണ്ടവനെ ഹെവനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാനിത് പിന്നത്തെ വിശദീകരിക്കും. അവിടെയാണോ കർത്താവ് വർത്തിയാണെന്നുള്ള ആരാധന വെളിപ്പെട്ട് വരുന്നത്. അത് ദൈവം പരിശുദ്ധനാണെന്ന് പറഞ്ഞ് നമ്മൾ ആരാധിക്കാറുണ്ട്. എനിക്ക് അവനെ ഇച്ചിരി കൂടെ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനുണ്ട്. അവിടെ നിൽക്കട്ടെ. നമുക്ക് പിന്നെ 4 റിലങ്ങളൊന്ന് പിടിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നിപ്പോൾ അവസാനിപ്പിക്കാം. ഇനി നിങ്ങൾ 3-ാമത്തെ വാക്യം, ഞാൻ ഇട്ടിരിക്കുന്ന വാക്യം വായിച്ച് 17:3 17:3. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ആത്മാവിൽ ദൈവം അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ആത്മാവിൽ ദൈവം അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ഇനി ഞാൻ ഒറ്റ വാക്യോടെ കാണിച്ചു നമുക്ക് ഇപ്പൊ പ്രാർത്ഥിച്ച് നിർത്താം. 21-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. 21-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഇതുകൂടെ ഒന്ന് വായിച്ചേര്. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. ഇവിടെ നിങ്ങൾ നോക്കൂ, ആത്മവിവശതയ്ക്കകത്ത് നടന്ന 4 യാത്രകൾ, 4 തലങ്ങൾ. ഒന്ന്, കർത്താവ് ഇങ്ങോട്ടിറങ്ങി വരുന്നു. 2, ഇവനെ ആത്മാവ് ഹെവനിലേക്ക് കൊണ്ടുപോകുന്നു. 3, ആത്മാവിനെ മരുഭൂമിയിൽ കൊണ്ടുപോയി ബാബേലിന് വരാൻ പോകുന്നു കാണിച്ചു കൊടുക്കുന്നു. 4, പുത്തനാം യെരൂശലേം നിൽക്കുന്ന യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ആ ഉയർന്ന മലയിൽ കൊണ്ടുപോയി പുതുവാന ഭൂമിയിൽ ദൈവാത്മാവ് സംഭവിക്കാൻ പോകുന്നതിലേക്ക് അവനെ കൊണ്ടുപോകുന്നു. അർത്ഥാൽ സ്പിരിച്വൽ റിലം സമയബന്ധിതമല്ല. സ്പിരിച്വൽ റിലം, ഗ്ലോറി റിലത്തിനകത്ത് ആത്മാവിലുള്ള യാത്രകളുണ്ട്. ആത്മാവിൽ കൃത്യമായി ദൈവശബ്ദം കേൾക്കാം. സ്പിരിച്വൽ റിലത്തിനകത്ത് നിങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ദൈവത്താൽ ഈ ഭൂമിയിൽ ദൈവം തീരുമാനിച്ചത് ദൈവാത്മാവ് തുറക്കുന്നത് കാണാൻ തുടങ്ങും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ 4 കാര്യം മാത്രം കാണാം, അതിനുള്ള സമയമേ ഉള്ളൂ. ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? നിങ്ങളിരിക്കുന്ന മുറിക്കകത്ത് നിങ്ങൾ ആത്മവിവശതയിലേക്ക് പോകുന്ന ഒരു അനുഭവം ഉണ്ട്. എല്ലാവരും പോയിക്കൊള്ളണമെന്നില്ല, പക്ഷെ ചിലർ പോകും. ദൈവത്തോട് ചേർന്നിരിക്കുന്ന ആത്മാവിൽ മർമ്മങ്ങൾ അകത്ത് ലഭ്യമായിരിക്കുന്ന വ്യക്തികൾ ആത്മവിവശതയിലേക്ക് പോകാൻ, ഞാൻ കണ്ടമാനം ആളുകൾ ആത്മവിവശതയിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹലോ, കണ്ടമാനം ആളുകൾ ഞാൻ ആത്മവിവശതയിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഹെവനിലേക്ക് പോയ ആൾക്കാരെ എനിക്കറിയാം, ആത്മാവിൽ സഞ്ചരിച്ച ആൾക്കാരെ എനിക്കറിയാം. ഒരു ദിവസം നമ്മുടെ UK മെമി ചേച്ചിയുടെ സഹോദരി മോളി ചേച്ചി തൻ്റെ വീട്ടിൽ രാവിലെ പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. വെളുപ്പിനുള്ള പ്രാർത്ഥനയിൽ പെട്ടെന്ന് തൻ്റെ ആത്മാവിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ശരീരത്തിൽ നിന്ന് വേർതിരിപ്പിച്ച് തന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിപ്പിക്കുവാൻ. അവിടുത്തെ താഴെയുള്ള കാര്യാദികൾ കണ്ടപ്പോൾ തനിക്ക് ആ രാജ്യം UK ആണെന്ന് മനസ്സിലായി. നമ്മുടെ ഈ തലമുറ കണ്ട ആൾക്കാരുടെ കാര്യം ഞാനൊരു ഡസൻ കണക്കിന് നിങ്ങൾക്ക് പറഞ്ഞു വരാം. അപ്പോൾ ആത്മവിവശ ദൈവാത്മാവ് നിങ്ങളെ കൊണ്ടുപോകുന്ന അനുഭവമുണ്ട്. അന്നാ ഭർത്താവേ, ഇന്ന് എന്നെ കൊണ്ടുപോകണമേ, എന്നെയും കറക്കണമേ, എനിക്ക് വിസയില്ല, ടിക്കറ്റില്ല, ഫ്ലൈറ്റില്ല, ഒന്നുമില്ല, എനിക്ക് രാജ്യങ്ങളിൽ കറങ്ങാൻ. അങ്ങനെ എൻ്റർടൈമിന് വേണ്ടി കർത്താവ് കൊണ്ടുപോകുന്നതല്ല ആത്മവിവശതയിലുള്ള സ്പിരിറ്റിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ. നിങ്ങൾ ആത്മഭാരമുള്ളവനാണോ? നിങ്ങൾക്ക് ലഭ്യമായ സമയത്ത് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവനാണോ? ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നവനാണോ? നിങ്ങളുടെ അകത്ത് ഇത് ഗ്രഹിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ആത്മാവിൽ നിങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്ന വെളിപ്പാടിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? സമയമെടുത്ത് അന്യഭാഷ പ്രാർത്ഥിക്കുന്നവരാണോ? നിങ്ങൾ സഭയുമായി ചേർന്ന് നിൽക്കുന്നവരാണോ? നമ്മൾ ഒന്നാകേണ്ടതിന് പ്രാർത്ഥിക്കുന്നവരാണ്. എങ്കിൽ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ദൈവാത്മാവ് തുറക്കുന്നതാണ് സ്പിരിറ്റിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ. അത് മടക്കുന്നത് ആത്മവിവശതയ്ക്കകത്താണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് ഞാൻ സമയമെടുത്ത് നിങ്ങളെല്ലാം ഒരു സത്യത്തിലൊരു ഹോളിനകത്ത് ഒരുമിച്ച് കൂടി ആത്മാവിൽ ഇങ്ങനെ ഒരുമിച്ച് പറഞ്ഞു തന്ന് പ്രാർത്ഥിപ്പിക്കേണ്ടതാണ്. പക്ഷെ സാരമില്ല, നമുക്കിപ്പോൾ രാവിലെ അടുത്ത 5 മിനിറ്റ് നേരം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മറ്റൊന്നും നിങ്ങൾ ഓർക്കരുത്, മറ്റൊന്നും നിങ്ങൾ ധ്യാനിക്കരുത്. ഇങ്ങനെയുള്ള ആത്മീക അനുഭവങ്ങൾ ദൈവാത്മാവ് തുറക്കാൻ തുടങ്ങും. ആത്മീക അനുഭവത്തിന് വേണ്ടി അല്ല ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെ ആത്മീക വളർച്ചയുണ്ട്. അവിടെയാണ് നിങ്ങളുടെ സ്പിരിച്വൽ റിലം, ഗ്ലോറി റിലം ഓപ്പൺ ആയി വരുന്നത്. മൈക്കിളെല്ലാം അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആ സ്പിരിച്വൽ മർമ്മങ്ങൾ മാത്രം ധ്യാനിച്ചെന്ന് ഒന്ന് ദൈവത്തോട് സംസാരിച്ച് എല്ലാ മൈക്കും അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് ശാഖരാപന ശംഭപ്രൗഢമന ഘടകദനം അന്തല പരപ്രൗഷമന ഹംദൽ ഘടകദന അതരജന ഘത്തുരാദന പ്രൗഷമന ഹദരജനഗദന വേദ പ്രൗഢമന ഹദര ഘടകദന ഹംദൽ ഘടകദന. എൻ്റെ ആത്മാവ് ക്രിസ്തുവിൻ്റെ ആത്മാവ് ഒന്നാണ്.
ഞങ്ങൾ ഒന്നാണ്. പിതാവേ പിതാവേ പിതാവേ, ഓ പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടവന് അങ്ങനെ ഒരു സ്പിരിച്വൽ റിലവുണ്ട്, അങ്ങനെ ഒരു സ്പിരിച്വൽ തലമുണ്ട്. കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിനകത്ത് ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ദൈവാത്മാവിനാൽ ഞങ്ങൾ ഉയർന്നു വരട്ടെ, ദൈവാത്മാവിനാൽ ഞങ്ങൾ ഉയർന്നു വരട്ടെ. ഞങ്ങൾ ദർശനം കാണുന്ന, സ്വപ്നം കാണുന്ന കർത്താവ് ആത്മതലത്തിലെ അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒന്നുകൂടെ ആത്മാവിനകത്തേക്ക് ഇറങ്ങി കൃത്യമായി ദൈവ ശബ്ദം കേൾക്കുന്ന ആ സ്പിരിച്വൽ വിവശത, ആത്മവിവശത. അന്യഭാഷ സംസാരിക്കുക. ഷാബാന മലയാളത്തിലല്ല, അന്യഭാഷ സംസാരിക്കുക. വിഷയങ്ങൾ പറയുകയല്ല, സ്പിരിച്വൽ റിലത്തിനകത്തേക്ക് എൻ്റർ ആകേണ്ടതിന്, സ്പിരിച്വൽ റിലങ്ങൾ തുറക്കേണ്ടവന്, ആത്മാവിന്റെ കണ്ണ് തുറക്കേണ്ടവന്, ആത്മാവിലെ മർമ്മങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് തുറക്കേണ്ടവന്. വചനത്താൽ നിങ്ങളുടെ സ്പിരിറ്റ്, ബോഡി, സോള് വിഭജിക്കപ്പെടട്ടെ. സ്പിരിറ്റ് ഫ്രീ ആകട്ടെ, സ്പിരിറ്റ് ആത്മാവ് ഫ്രീ ആകട്ടെ. ദേഹിയുടെ കുരുക്കിലും, ദേഹിയുടെ അടിമത്തത്തിലും, ദേഹിയുടെ ആ സാഡ്നെസ്സിൽ നിന്ന്, വിഷണ്ണ മനസ്സിൽ നിന്ന്, ആ ദുഃഖത്തിന്റെ അനുഭവത്തിൽ നിന്ന്, ആ മനുഷ്യർ വേദനിപ്പിച്ച വേദനയിൽ നിന്ന് വേദപ്രവണമന സ്പിരിറ്റ് ഫ്രീ ആകട്ടെ. ഇവിടെയാണ് പ്രവാചകന്മാർ എഴുന്നേൽക്കുന്നത്, ഇവിടെയാണ് അപ്പോസ്തലന്മാർ എഴുന്നേൽക്കുന്നത്, ഇവിടെയാണ് രാജ്യങ്ങളോട് പ്രവചിക്കുന്ന, വ്യക്തികളോട് പ്രവചിക്കുന്ന, നിർത്താതെ പ്രവചിക്കുന്ന, മണിക്കൂറുകൾ പ്രവചിക്കുന്ന, രാത്രി മുഴുവൻ പ്രവചിക്കുന്ന, ആരോടും സംസാരിക്കുന്ന പ്രവാചക ശബ്ദമുള്ളവർ എഴുന്നേൽക്കുന്നത് ഇവിടെയാണ്. വാദപ്പെട്ടം പരപക്ഷപന പ്രൗഢവനം തല കക്ഷപനം തല വൈഡവനംബം. ചില ആൾക്കാർ പറയാറുണ്ട് അത് യോഹന്നാനുണ്ടായ അനുഭവമാണ്, അതെല്ലാവർക്കും ഉണ്ടാകില്ല, എല്ലാവരും ഒന്നും ദൈവശബ്ദം കേൾക്കില്ല, ഞങ്ങളൊക്കെ ഭാവികളാണ്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കേൾക്കാനുള്ള പ്രാഗൽഭ്യമില്ല എന്ന് പറയുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഞാൻ എതിര് പറയുന്നില്ല, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ കർത്താവ് അങ്ങനെയല്ല പറഞ്ഞത്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അയച്ചിട്ടുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ. കർത്താവിൻ്റെ ആടാണ് നമ്മളെങ്കിൽ കൃത്യമായി നമ്മൾ കർത്താവിൻ്റെ ശബ്ദം കേട്ടിരിക്കും. കാരണം ചിലരോട് സംസാരിക്കും, ചിലരോട് സംസാരിക്കാതിരിക്കും ചെയ്യുന്നവനല്ല നമ്മുടെ കർത്താവ്. പിന്നെ ഒരു കുഴപ്പമുള്ളത്, കർത്താവ് നമ്മളെ ശബ്ദം കേൾപ്പിക്കുമ്പോൾ
പലപ്പോഴും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. അത് നമ്മുടെ കുഴപ്പമാണ്. കർത്താവ് നമ്മളെ സ്വപ്നം കാണിക്കുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല, ദർശനം കാണിക്കുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. ഇവിടെ യോഹന്നാന് ഒരു മഹാശബ്ദം കേട്ടു. കാഹളത്തിനൊത്ത ഒരു മഹാശബ്ദം എൻ്റെ പുറകിൽ കേട്ടു. കണ്ടോ? യോഹന്നാൻ ആത്മാവിനകത്തേക്കായപ്പോൾ ആത്മാവിൽ അവൻ്റെ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്. ശബ്ദം കേട്ടപ്പോൾ എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. ഇതൊക്കെ നമുക്ക് ഈ മനസ്സിലാകാൻ വേണ്ടി പറയുന്ന വാക്കുകളാണ് കേട്ടോ. അപ്പോൾ ആത്മാവിനകത്തേക്ക് ഇറങ്ങി ഇവൻ ദൈവശബ്ദം കേട്ടപ്പോൾ കേട്ട ശബ്ദത്തോട് അവൻ പ്രതികരിച്ചു. അവൻ അതിനകത്ത് ശ്രദ്ധാലുവായിരുന്നു. സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ കർത്താവ് കേൾപ്പിക്കുന്ന ഓരോ വചനത്തോടും, നിങ്ങൾ കാണുന്ന ഓരോ സ്വപ്നത്തോടും, നിങ്ങൾ കാണുന്ന ഓരോ ദർശനത്തോടും, നിങ്ങളെ കർത്താവ് കേൾപ്പിക്കുന്ന ഓരോ ശബ്ദത്തോടും നിങ്ങൾ ആത്മാവിൽ പ്രതികരിക്കുന്നവരാകണം. പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ ശബ്ദമുണ്ടാക്കുക എന്ന അർത്ഥത്തിലല്ല. അത് നിങ്ങളോട് ദൈവമാണ് സംസാരിച്ചതെങ്കിൽ ദൈവത്തിന് അടുത്തത് എന്തോ തുറക്കാനുണ്ട്. ശബ്ദം കേട്ടപ്പോൾ അവൻ പുറകിലേക്ക് തിരിഞ്ഞപ്പോഴാണ് അവൻ മഹത്വവാനായ കർത്താവിനെ കാണുന്നത്. അപ്പോഴാണ് സഭയെക്കുറിച്ച് അവനെ കാണിക്കുന്നത്. അത് കൃത്യമായി കേട്ടപ്പോഴാണ് അവനെ ഹെവനിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ അത് കൃത്യമായി നടന്നപ്പോഴാണ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതും കൃത്യമായി കണ്ടപ്പോഴാണ് അവനെ പുതുവാന ഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്. 2500 വർഷങ്ങൾക്ക് അപ്പുറം നടക്കാൻ പോകുന്ന ഒന്നിലേക്ക് കർത്താവ് അവനെ കൊണ്ടുപോയോ? അതെ, സ്പിരിച്വൽ ട്രാൻസ്പോർട്ടേഷനകത്ത് സമയബന്ധിതമായിട്ടല്ലാത്തതാണ് ആ റിലം. അതാകയാൽ ഭാവിയിലേക്കും ഭൂതകാലത്തിലേക്കും ആത്മാവിൽ സഞ്ചരിക്കാൻ കഴിയും. രണ്ടാമത് ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയത്തിൽ, കുടുംബത്തിനകത്തുള്ള വിഷയങ്ങളുടെ ദൈവിക മറുപടികൾ ദൈവം നിത്യതയിൽ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ റിലത്തിലേക്ക് കയറിയാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് അതിനെ അഴിക്കാം. നിങ്ങൾക്ക് അവിടെ നിന്ന് അതിനെ അധികാരത്തോടെ, സ്പിരിച്വൽ റിലത്തിലുള്ള അധികാരത്തോടെ നിങ്ങളുടെ കുടുംബത്തിന്മേൽ വെളിപ്പെടേണ്ട ദൈവപ്രവൃത്തിയെ നിങ്ങൾക്ക് അധികാരത്തോടെ ദൈവാത്മാവിനാൽ തുറക്കാം. ഞാൻ അടുത്ത സെക്ഷൻ ധ്യാനിക്കുമ്പോൾ നമ്മളത് പറയാം. ഇപ്പോൾ സമയമായല്ലോ. അപ്പോൾ സ്പിരിച്വൽ റിലത്തിലേക്ക് കയറിയാൽ നിങ്ങളുടെ സ്പിരിറ്റ് ഓപ്പൺ ആകും, ദർശനങ്ങൾ കാണും, ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കും. നിങ്ങൾ എർത്തിലെ റിലം കൺട്രോൾ ചെയ്യുന്നവരായി മാറും. നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുന്ന, നിങ്ങളുടെ ദേശത്ത് സംഭവിക്കുന്ന സംഭവങ്ങളെ റിസറക്ഷൻ റിലത്തിലിരിക്കുന്നവർക്ക്, പുനരുത്ഥാന റിലത്തിലിരിക്കുന്നവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇന്നലെ നമ്മൾ കേട്ടതാണ്, നിങ്ങളോ അവനിലിരിക്കുന്നു. അവനിലിരിക്കുമ്പോൾ ഇത് നല്ലൊരു ദേശമാണ്, ഒന്നിനും കുറവില്ലാത്ത ദേശമാണ്. നിങ്ങളുടെ ഫിസിക്കൽ നീഡ്സുകൾ, നിങ്ങളുടെ മെറ്റീരിയൽ നീഡ്സുകൾ ഇതിൽ നിന്ന് ദൈവാത്മ തുറക്കാൻ തുടങ്ങും. അതോറിറ്റി വെളിപ്പെടും. അവിടെയാണ് മാവ് പെരുകിയത്, അവിടെയാണ് എണ്ണ പെരുകിയത്. നിങ്ങളുടെ വീട്ടിൽ പെരുപ്പങ്ങൾ വെളിപ്പെടും. അപ്പം ഇങ്ങനൊരു റിലമുണ്ട്, ഇങ്ങനൊരു തലമുണ്ട്. ഇത്രയും മനസ്സിലായോ? ഈ തലത്തിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾക്ക് ഈ റിലത്തിലേക്ക് പ്രവേശിക്കുക, ഈ റിലത്തിൽ ജീവിക്കുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്. ഇവിടെ നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ട്. ജോലിയില്ല, തലമുറകളുടെ പഠനം, അവരുടെ ഭാവി, നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന കുരുക്കുകൾ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മറുപടി ഈ തലത്തിലുണ്ട്. അപ്പൊ ഈ തലം നിങ്ങളുടെ മേൽ തുറന്നാൽ നിങ്ങൾ പറയുന്ന വാക്കുകൾ ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളായി മാറും. അതുകൊണ്ട് ഒറ്റ മിനിറ്റ് കൂടെ നിങ്ങളെല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് അന്യഭാഷ പ്രാർത്ഥിച്ചിട്ട് ആ 1 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഏത് വിഷയത്തിലാണ് നിങ്ങളെ ഭാരപ്പെടുത്തി പ്രാർത്ഥിക്കരുത്. ആ വിഷയത്തിലേക്ക് നോക്കി നിങ്ങൾ ദൈവത്തിൻ്റെ വചനം പറയാനായിട്ട് നിങ്ങൾക്ക് പ്രേരണ നൽകുന്നെങ്കിൽ വചനം പറഞ്ഞ് 2 മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന അവസാനിപ്പിക്കാം. എല്ലാ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് 1 മിനിറ്റ് വരെ അന്യഭാഷ പ്രാർത്ഥിച്ച് ഷാബ ലബ പ്രൗഷബന ഹത്തരാദന പ്രൗഷബന ഹംദൽ പ്രൗഡബന അതുരബന ഗടഗദന രഗ പ്രൗഷബന ഹംദൽ പ്രൗഢവന ഹട്ടസ്കനാദിരാധന. പരിശുദ്ധാത്മാവേ, ഇവർക്ക് ആ ആത്മാവിനകത്തേക്ക് ഇമേഴ്സ് ആകുന്ന തലം തുറന്നു കൊടുക്കണമേ.
ആ ആത്മാവിനകത്തേക്ക് ഇമേഴ്സ് ആകുന്ന തലം തുറന്നു കൊടുക്കണമേ. ഷാറ റബീനി ഹംദൽ പ്രൗഢമൻ ആ തലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്പിരിച്വൽ റിലം ഇവരൊക്കെ ഓപ്പൺ ആകട്ടെ. റാബാബാന ഹന്തരാദിരാദന പ്രൗഢമനഘടകദന റാദൽകരാദിരാദന പ്രൗഢമനഘടകദന റാബ പ്രൗഷവന. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൃത്യമായി സംസാരിച്ച ചില വചനങ്ങൾ ഞങ്ങൾ ധ്യാനിച്ച് ഞങ്ങളെ ക്രിസ്തുവിൽ അങ്ങ് ആരാക്കിയിരിക്കുന്നുവെന്ന ദൈവമർമ്മങ്ങൾ ഞങ്ങൾ ധ്യാനിച്ച് അത് ഗ്രഹിച്ച് അത് മനസ്സിലാക്കി അത് ആത്മാവിൽ വെളിപ്പാടാകേണ്ടതിനും അത് ആത്മാവിൽ വെളിപ്പാടാകുമ്പോൾ ഞങ്ങൾക്ക് ആത്മാവിനകത്തേക്ക് ഇമേഴ്സ് ആകുന്ന ആ അനുഭവത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ഞങ്ങൾ ധ്യാനിക്കുകയായിരുന്നല്ലോ. കർത്താവ്, ഇതിനകത്ത് നല്ലൊരു കൂട്ടം ആളുകൾ ദൈവാത്മാവിനാൽ സ്പർശിക്കപ്പെട്ടവരും ആത്മക്കണ്ണ് തുറന്നവരും സ്വപ്നങ്ങൾ ദർശനങ്ങളൊക്കെ കാണുന്നവരാണല്ലോ. കർത്താവ്, ഒന്നുകൂടെ കർത്താവുമായിട്ടുള്ള ഇൻറ്റിമസിയിൽ അവർ ഏകാത്മാവിനാൽ അവർ ജീവിക്കട്ടെ. എവിടെയും അവർ പ്രാർത്ഥിക്കുന്നവരാകട്ടെ. ജോലി സ്ഥലത്ത്, ഭവനത്തിനകത്ത് കൈപ്പേറിയ കർത്താവെ പ്രയാസങ്ങളുണ്ടാകുന്ന, വേദന ഉണ്ടാകുന്ന, ഒറ്റയ്ക്കാകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകും. അവിടെ എല്ലാം കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള വെളിപ്പാടിൽ ഇപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന റിലം ഇവരെ തുറന്നു കൊടുക്കണമേ. ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചിരിക്കുന്ന പ്രാർത്ഥനയിൽ കർത്താവ് ഇവരെ ആത്മാവിനകത്തേക്ക് കൊണ്ടുപോകണമേ. സ്പിരിച്വൽ റിലങ്ങൾ തുറന്നു കൊടുക്കണമേ. ഇവരെ കർത്താവ് പ്രവാചക ശബ്ദങ്ങളായിട്ട് ഉപയോഗിക്കണമേ. കർത്താവിനെ ആത്മാവിൽ ആത്മീക മിസ്റ്ററികൾ തുറക്കുവാൻ രാജ്യങ്ങളുടെ മേൽ കർത്താവിനെ ഉപയോഗിക്കണമേ. ദൈവിക അധികാരം ഇവരുടെ മേൽ തുറക്കണമേ. ദൈവിക അവകാശം ഇവരുടെ മേൽ തുറക്കണമേ. ഞാൻ ഈ ജനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന ഇവർ കടന്നു പോകുന്ന പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. പലരും കർത്താവെ അവരായിരിക്കുന്ന അവസ്ഥയ്ക്കകത്തുനിന്നൊരു വിടുതൽ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നവരുണ്ടല്ലോ. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കർത്താവെ ആ അവസ്ഥകളുടെ നടുവിൽ കർത്താവെ ഞങ്ങൾ അവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവെ, തുറന്നു വരേണ്ടത് തുറന്നു വരട്ടെ, പൊട്ടേണ്ടത് പൊട്ടട്ടെ. എല്ലാ മേഖലയിലും കർത്താവ് അവരുടെ മേൽ വഴികളും വാതിലും തുറക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അത്ഭുതകരമായി സഹായിക്കണമേ. റാബൽ കടകഥന ഹംദൽ പ്രൗഢമന പരിശുദ്ധാത്മാവിൻ്റെ കരം അങ്ങനെ തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളുടെ മേൽ സൗഖ്യദായക ശക്തി തുറക്കട്ടെ. ഷാ റഭാന വൈഡൽ കടകമൻ അടയപ്പെട്ടത് തുറന്നു വരട്ടെ. റാംദൽ കടക ബന്ധങ്ങൾ ദൈവാത്മാവിനാൽ ക്രമീകരിക്കപ്പെടട്ടെ. ഇവർ ക്രിസ്തു തത്തുല്യമായി ഇവർ വളർച്ച പ്രാപിക്കട്ടെ. ദൈവസ്നേഹത്തിൻ്റെ ഉടമസ്ഥരായി മാറട്ടെ. ദൈവിക സന്തോഷത്തിൽ നിറയട്ടെ. ദൈവിക ആനന്ദത്താൽ നിറയട്ടെ. ഇവരെ കുടുംബം ഹേമൻ ഇറങ്ങി നിൽക്കുന്ന അനുഭവങ്ങളുള്ള കുടുംബമായി മാറട്ടെ. അങ്ങനെ എല്ലാ നെല്ലും കർത്താവ് കുടുംബങ്ങളെ അനുഗ്രഹമാക്കുന്നതിനായി സ്തോത്രം. സ്വർഗ്ഗം വലിയ അധികാരത്തുകൊണ്ട് ഞാനിവര് പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമം ചൊല്ലി ഞാനിവരെ അനുഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ കുടുംബങ്ങളെ അനുഗ്രഹമാക്കുന്നതിനായി സ്തോത്രം. മഹത്വം കുഞ്ഞാടിന് പ്രാർത്ഥന ഘടനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരോടും ഇന്ന് വന്നേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുവരിയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് പകൽ നടക്കുന്ന സെക്ഷനിൽ കർത്താവ് ശക്തിയോടെ പ്രവാചക ശബ്ദമായിട്ട് ഉപയോഗിക്കുന്ന കർത്താവദാസൻ പാസ്റ്റർ ജാക്സൺ ജോർജ് പ്രത്യേകമായി ദൈവം ഉപയോഗിക്കുന്ന ഒരു ദൈവദാസനാണ് എൻ്റെ നേരത്തെ അറിവിൽ. ആ കർത്താവദാസൻ ഇന്ന് രാവിലെ നമ്മളവിടെ ശുശ്രൂഷിക്കുന്നുണ്ട്. നിങ്ങൾ പങ്കാളികളാകും. നിങ്ങൾക്ക് അനുഗ്രഹമാണ്. എല്ലാവർക്കും ഷലോം.